അപ്പൊ ഇത് ഇപ്പം പുതിയതായിട്ട് ബൈപ്പാസ് പണിതാ. അതുണ്ടോ വീട്? അതെ അതെ, ഓരോ സ്റ്റൈലല്ലേ. ആ, ഇവിടെ ഈ ആടുകളൊക്കെ ഉണ്ട് കേട്ടോ, എന്തൊക്കെയോ തിന്നാനുണ്ട്. അല്ല ഇത് ഇവിടെ ആട് നിൽപ്പുണ്ട് ഇഷ്ടംപോലെ. നമ്മൾ കാണുമ്പോൾ ഒന്നും ഇല്ലെങ്കിലും ഉണങ്ങിയ പുല്ലൊക്കെ ആണേലും ഉണ്ട്. അത് നമ്മളെ ലഡാക്കിൽ പോയപ്പോഴും അങ്ങനല്ലായിരുന്നു. നോക്കുമ്പോൾ മൊത്തം കല്ലും മണലും പോലെ കിടക്കുന്ന സ്ഥലങ്ങളാ, പുല്ലൊന്നും കാണാനേ ഇല്ല. പക്ഷെ അവിടെയും ആടുകൾ ഒരുപാടുണ്ടായിരുന്നു. എന്തൊക്കെയോ കടിച്ചു പറിച്ചുകൊണ്ട് പോന്നതാണ്, അതിന് പിടിയില്ല. അതെ അതെ. ജോധ്പൂർ നേരെ. ജോധ്പൂര് ഒരു മലയാളി ടയർ കടക്കാരനായിട്ടുണ്ടായിരുന്നു, പണ്ട് പോയ പരിചയം ഉണ്ടായിരുന്ന. നമ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചു നോക്കാം നമുക്ക്. 2014 പോയപ്പോൾ പരിചയപ്പെട്ടതാ. 10 വർഷം ആയതേ ഉള്ളൂ. അതെ. എവിടെയെങ്കിലും കഴിക്കാൻ നിർത്തുകയാണല്ലേ പിന്നെ ചായയും വിളിച്ചേപ്പിച്ച് വല്ലതും കഴിക്കാം. ഈ ചപ്പ് വെട്ടിയാ കൊണ്ടുപോയിട്ട് വീട് ഭിത്തി കെട്ടുന്നതും മേയുന്നതും എല്ലാം അത് തന്നെയല്ല, വേറെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൃഷിക്ക് ഒരുക്കിയിട്ടേക്കുന്ന. അതെ അതെ. ഈ മഴ പെയ്യുന്നവർ പറഞ്ഞില്ലേ, ഇനിയായിരിക്കും മഴ പെയ്യുന്ന ചിലപ്പം. അതല്ല, ഇവിടെ അതിന് മുമ്പായിരിക്കുമല്ലോ. എന്നെ വരുന്ന തലയെക്കെട്ട് പോലെ. അതെന്നാ പൊക്കത്തില്ല, തൊപ്പിയാ, വലിയ തൊപ്പി. രാജസ്ഥാനിലൊക്കെ പൊതുവെ ടാറ്റയും ലൈലൻഡും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ കുറെ രാജസ്ഥാന വണ്ടികൾ, അല്ല ഭാരത് ബെൻസിന്റെ വണ്ടികൾ കണ്ടു. വിശ്വസ്തരീയ ഗോ ചികിത്സാലയം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട തന്നെ കേട്ടോ. അത് തന്നെ ആയിരിക്കണമെന്നില്ല, അതിന്റെ വേറെ ഒരു ബ്രാഞ്ച് ഇവിടെ കണ്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു അവര്. നമ്മൾ ആ കണ്ടതിനെക്കാട്ടി വലുതാന്നാ പറഞ്ഞത്. തമിഴ്നാടെന്ന് ചെക്കിങ് വല്ലതും ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ലെന്നൊന്നും ആയി കാണിച്ചാല്. അതെ, അണ്ണൻ ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ അവിടെ ചെക്കിങ് ഉണ്ടെന്നാണോ ഉണ്ടോന്നാണോ എന്നുള്ള ഒരു സംശയം. ഞാൻ നല്ലപോലെ ശ്രദ്ധിച്ചില്ല ഇങ്ങനെ കാണിക്കുന്നത്. ഞാൻ ആ ലെഫ്റ്റിലത്തെ ബോർഡ് വായിച്ചുകൊണ്ട് വരുമായിരുന്നു. അവിടെ നമുക്ക് റൈറ്റാ പോകണ്ടേ, ജോധ്പൂർ റൈറ്റിലേക്ക് 123 കിലോമീറ്റർ, അഹമ്മദാബാദ് 569 കിലോമീറ്റർ. ഇവിടെ 2-3 വലിയ കടകളൊക്കെ കാണുന്നുണ്ട്. ആ വലത്തോട്ട് തിരിച്ച് നമുക്ക് അവിടെ നിർത്താൻ സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് വല്ലതും കഴിച്ചിട്ട് പോവാം. കോ ഡ്രൈവർ നല്ല സുഖം ഉറക്കത്തില്ല. നമ്മൾ തന്നെ പോയി കഴിക്കണോ? അല്ല, അവനെ ഏൽപ്പിച്ചാൽ കൊണ്ടുപോവാം. പിന്നെ അപ്പോഴല്ലേ കഴിക്കുന്നത്, കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോട്ടെ. ഇപ്പോഴേ നമ്മൾ നാഗൂർ ബൈപ്പാസിൽ നിന്ന് വന്ന് ജോധ്പൂർ റോഡിലേക്ക് കയറി. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കഴിഞ്ഞ ദിവസം പോയപ്പോൾ ആ വസുദേവ് ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയത്. രാത്രിക്കായിരുന്നു. രാത്രിയില്ല. അപ്പോൾ അന്ന് രാത്രിയിലാണ് ഇതുവഴി പോയത്. അപ്പോൾ അതേ പകല് വന്ന് നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇവിടെ 2 കടയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കടയിൽ നിന്ന് കഴിക്കാം. ശ്രീകൃഷ്ണ ഹോട്ടൽ. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോകാം. ഇത് ഈ നേരെ കിടക്കുന്ന വഴി നാഗൂർ ടൗണിലേക്ക് പോകും. ഇത് നാഗൂർ ബൈപ്പാസ് ലെഫ്റ്റിലേക്ക് കിടക്കുന്ന വഴി. നമ്മൾ അതിലേ വന്നേ. അപ്പം എന്നാ നാസ്ത ഉള്ളതെന്ന് ചോദിക്കാം അല്ലേ? നാസ്തയല്ല, ഉച്ചയായി, ഖാനയുടെ സമയമായി. ബഞ്ച് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കൂടെ കൂട്ടി ബ്രഞ്ച് കഴിക്കാം. വണ്ടിയിൽ നിന്ന് കോട്ടൊക്കെ ഊരിയിട്ടേച്ചെങ്കിൽ പോകുന്നു, ചൂടായതുകൊണ്ട്. ഇവിടെ വന്നപ്പോൾ അത് തണുത്തിട്ട് വരച്ചിട്ടിരിക്കാൻ വയ്യപ്പം, നല്ല തണുപ്പ്. അല്ല, നിനക്കെന്നാ വേണ്ടേ? ഞാനൊരു പ്ലെയിൻ പൊറോട്ടയും ഇപ്പം അതിൻ്റെ കൂടെ ദഹിയൊക്കെ കിട്ടും. സൗത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഉണ്ട്, ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ട്. അതല്ലേലും വേണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്നാ വേണ്ടേ? പറാത്ത, പ്ലെയിൻ പൊറോട്ട, ആലു പൊറോട്ട, പ്യാജ് പൊറോട്ട, ഗോബി പൊറോട്ട, മേത്തി പൊറോട്ട, പനീർ പൊറോട്ട, ഏത് വേണം? അതെ, അവൻ്റെ ഒരു റൊട്ടി, തവ റൊട്ടി, തന്തൂർ റൊട്ടി കാണുമായിരിക്കും. അത് ചോദിക്കണം ആ പുള്ളിയുടെ. റൊട്ടി ഒരു കറിയും പറഞ്ഞു. ഞാനുണ്ട്, ഞാൻ വേണം. എനിക്കുള്ള സാധനം വന്നിട്ടുണ്ട്, ഞാൻ കഴിക്കാൻ പോവാ. അതെ, പ്ലെയിൻ പൊറാത്ത, അതിൻ്റെ കറി ഏതാ, തൈരും, ഇത് മറ്റേ എന്നാല് അത് ഇതായിരിക്കും പുതിനയില അരച്ചത്, പിന്നെ അതെ അമ്പ അച്ചാർ, കുള്ളട്ട് ചായയും വന്നിട്ടുണ്ട്. ചായയും വന്നിട്ടുണ്ട്, മൺ ഗ്ലാസ്സിൽ ചായ. നിങ്ങൾ വരുമ്പോഴേ തന്നെ ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ കഴിച്ചാൽ മതി. അച്ചാർ നമ്മൾ എടുക്കേണ്ടി വരും. അച്ചാറൊക്കെ അതിന് മുമ്പ് ഞാൻ കഴിച്ചിരിക്കും. അച്ചാർ വേണ്ടല്ലോ? വേണ്ട, ശല്യം ഉണ്ടാകത്തില്ലല്ലോ. അതെ അതെ അതെ. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഉണ്ട്. ഇഡ്ഡലി റവ ഇഡ്ഡലിയാണ്. നമ്മുടെ അടുത്ത ടേസ്റ്റ് ഉണ്ടാവില്ല. പേരിന് ഇഡ്ഡലി എന്ന് പറയാന്നുള്ളൂ, അത് റവ ഇഡ്ഡലിയാണ് കേട്ടോ. നമ്മുടെ റൊട്ടിയും വന്നിട്ടുണ്ട്. എണ്ണ ഭയങ്കര എണ്ണയല്ലേ? ഇതാ ഒരു എണ്ണയില്ല, ഇതുണ്ടോ? ഈ പൊറോട്ടയും തൈരും ഈ പുതിന ചമ്മന്തിയും അച്ചാറും, അച്ചാറ് മാങ്ങയും നാരങ്ങയും എല്ലാം കൂടെ ഉള്ള മിക്സ് അച്ചാറാണ്. നല്ല അച്ചാറ് കേട്ടോ. സമ്മതിക്കല്ല, എൻ്റെ അതിനകത്ത് എണ്ണയൊന്നും ഇല്ല കേട്ടോ. ഇഡലിയും നല്ല ചമ്മന്തിയാണ്, 2 ചമ്മന്തി നല്ല. ഒന്ന് തന്നെയാണോ പുളിയുണ്ട് നല്ല, പിന്നെ ഒന്ന് തേങ്ങാ ചമ്മന്തിയാണ്. സാമ്പാർ, തേങ്ങാ ചമ്മന്തി കിട്ടിയാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. സാമ്പാർ മാത്രമേ എനിക്ക് അത്ര പിടിക്കാത്തുള്ളൂ ടേസ്റ്റ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങളെ ഡ്യൂട്ടിയൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി കുറച്ചു നേരം കാഴ്ചയൊക്കെ കണ്ടിരുന്ന് വണ്ടി ഓടിച്ചോ കേട്ടോ. ഞാൻ കാഴ്ചയൊക്കെ കണ്ടിരുന്ന് ഓടിച്ചോളാം. മേഡം വേണേ കുറച്ചു നേരം കിടന്ന് ഉറങ്ങിക്കോ, രാത്രിക്ക് വണ്ടി ഓടിക്കേണ്ടതല്ലേ. അങ്ങനെ ഇപ്പൊ ഉറങ്ങുന്നില്ല.
ഫുഡ് കഴിച്ചാൽ അന്നേരം കിടന്ന് ഉറക്കം വരികയല്ല കുറച്ച് കഴിഞ്ഞ്. സാധാരണ മെയിൻ ഡ്രൈവർമാർ പറയുന്നത് കഴിച്ചു കഴിഞ്ഞാൽ അന്നേരം ഉറങ്ങണമെന്നാ ശീലം എന്നാ പറയുന്നത്. ആ ഗർ ജൈസ ഭോജൻ 40 രൂപ. വീട്ടിലെ പോലെ തന്നെയുള്ള ഊണ് ഇവിടെയും കിട്ടും കേട്ടോ. നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ഇവിടെ. ഊണെന്ന് അവര് പറഞ്ഞിട്ടില്ല. ഭോജനെ പറഞ്ഞിട്ടുള്ളൂ. ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിച്ച് മടുത്തിട്ടാ വെളിയിലോട്ട് വരുന്നത്. അന്നേരം വീണ്ടും വീട്ടിലെ പോലെ തന്നെ. ഗർ ജൈസ ഭോജൻ മനസ്സിലായില്ലേ? നമ്മളവിടെ മാത്രമല്ല ഇവിടെ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ലേ? നമ്മളവിടെ വീട്ടിൽ ഊണെന്നാ കൂടുതൽ എഴുതി വെക്കുന്നത്. അതല്ല നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. വീട്ടിലും വണ്ടിയിലും എല്ലാം ഒരേപോലായി പോയി. വായക്ക് രുചിയുള്ളതെല്ലാം കഴിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ ഒന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല, നമുക്ക് ഫുള്ള് കടയിൽ നിന്ന് കഴിച്ചേക്കാം. അതെ അന്നേരം നമുക്ക് മാത്രമായിരിക്കുമല്ലോ ക്ഷീണം വരുന്നത്. അതെ, മൊത്തത്തിൽ ക്ഷീണിക്കും. അത് കുഴപ്പമില്ല, എന്നാലും വീട്ടിലെ കഴിച്ച് മടുത്തെന്ന് പറയല്ലോ. അപ്പം രാവിലത്തെ കാപ്പുകൂടി നല്ലതല്ലായിരുന്നോ? കാപ്പുകൂടി അല്ലല്ലോ ഇത്, രാവിലെ അല്ലല്ലോ, ഉച്ചക്കല്ലേ. അതെ, ഖാനായിരുന്നു. ഇത് എഴുതി വെച്ചേക്കുന്നു. ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. ഇത് അല്ല, ഇതല്ലേ? അതെ, VIP റൂമാ കേട്ടോ. ഭോജന്റെ എഴുതിയിട്ടുണ്ട്, അത് മൊത്തം വായിക്കാൻ പറ്റില്ല. മുമ്പേ അതുപോലെ തന്നെ. ചായ നീ ടീഷർട്ട് ഇട്ടപ്പോ ഉണ്ടല്ലോ ഇച്ചിരൂടെ സ്ലിം ആയി കേട്ടോ. ജോബിയെ പോലെ തന്നെ ആയി. നോക്കിയേ, വയറില്ല. നോക്കി സീറ്റ് ബെൽറ്റ് ഇട്ടേക്കുന്നുണ്ടോ? ജോബി കഴിഞ്ഞ ദിവസം ഇരുന്ന പോലെ തന്നെ. ഒന്നാമത് ഈ ബനിയനെ ഒട്ടിക്കിടക്കുന്ന ബനിയൻ. ഈ ടീഷർട്ട് ഇട്ടപ്പോഴത്തേനെ 0 സൈസിലേക്ക് ആയി, സൈസ് ഇല്ലാതായി. എന്റെ ഒരു +2 ഒക്കെ പഠിച്ചോണ്ടിരുന്നപ്പോഴത്തെ പിന്നെ കുറഞ്ഞെന്ന് 68 കിലോ ഉള്ളൂ. അന്നേരം അവിടെ നമ്മള് കിന്നോ കയറ്റിയില്ലേ, അവിടെ ചുമ്മാ ഒന്ന് കയറി തൂക്കി നോക്കിയായിരുന്നു. എത്ര കിലോ ഉണ്ടായിരുന്ന? കിലോ നോക്കുവാണെങ്കിൽ 10-15 കിലോ ഉണ്ടായിരുന്നു. അല്ല, ഞാനുണ്ടല്ലോ 36 സൈസ് ജീൻസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാനാ. അതിപ്പം വന്ന് 28 സൈസ് മതി. മിടുക്കൻ. അതെ, കൊള്ളാം. ആ മണ്ണ് കണ്ടോ, അത് ഇളക്കി ഇട്ടേക്കുന്നല്ലേ കൃഷിക്ക്. എന്നാ ചുവന്ന കളറാന്ന്. ചുവന്നെന്ന് പറഞ്ഞ ഒരു ഓടിന്റെ കളർ പോലെ. അതെ, എന്നാ വലിയ മാനാന്ന് നോക്കി. മാനം മുമ്പത്തെ പോലെ കണ്ടേ ആടുവാണെന്നാ തോന്നേ. ഇപ്പൊ കണ്ടതല്ല, ഇച്ചിരി വലിപ്പമുള്ളതല്ലേ? പക്ഷേ അതിനിടയ്ക്ക് ആ റൈറ്റ് സൈഡിൽ കണ്ടില്ലായിരുന്നു മുമ്പേ? അതെല്ലാം ചെറിയ മാൻ കുഞ്ഞുങ്ങളായിരുന്നു. ഇതേണ്ടേ, നീൽഗായി ആണോ നോക്കിയടാ. അത് വെള്ളകായ. അതുകൊണ്ട് ഒരു നീൽഗായി ചത്ത് കിടക്കുന്നാന്ന് തോന്നേ. അതിനെ പട്ടിയെല്ലാം കൂടെ തിന്നു നോക്കി. അതെ, വണ്ടി ഇടിച്ചതായിരിക്കും. അപ്പുറം 2 എണ്ണം നിപ്പുണ്ട്. നല്ല രസം അതിനെ കാണാൻ. നോക്കി. അതെ, ഇതിന്റെ കളർ ഉണ്ടോ? ഗ്രേ കളറ്. ഇറങ്ങിപ്പോയാ പോവും. അതിന്റെ കൊമ്പൊക്കെ നിൽക്കുന്നുണ്ടോ? അതെ. ഞാൻ ഇറങ്ങി ചെന്നപ്പോഴത്തേനെ അത് ഓടി കേട്ടോ. എന്നാ രസമാന്ന് നോക്കി എന്നെ കാണാൻ. ഇത് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഈ രാജസ്ഥാനില്. നമ്മൾ ഇറങ്ങി വന്നപ്പോഴത്തേനും അതേ ഓടിപ്പോയി. കൊമ്പ് നിൽക്കുന്നുണ്ടോ? എന്നാ ഷാർപ്പ് കൊമ്പാണ്. അതെ. അതല്ലേ, പശുവിനെ പോലെ തന്നെ. കാട്ടിലെ പശു. ഒരു പശുവിന്റെ അത്ര ഉണ്ട്. കാട്ടിലെ മാനിനെ മുമ്പേ കണ്ടില്ലേ? ഇത് കാട്ടു പശുവാ. അത് പല ഇനമുണ്ട്, അതുകൊണ്ട് ഓരോന്നിനും ഓരോ പേര് പറയും. അതൊന്നും എല്ലാം നമുക്കറിയത്തില്ല കേട്ടോ. നമ്മളിപ്പോ ഏതിനെ കണ്ടാലും ഒന്നേ മ്ലാവെന്ന് പറയും, അല്ല കിഴന്ന് പറയും, അല്ല നീൽഗായി എന്ന് പറയും. അത്രേ ഉള്ളൂ. ഇത് കണ്ടോ, നോക്കി. അത് ആ ലോഡ് വന്നിട്ട് ഒരു സൈഡിൽ നിലത്ത് മുട്ടാറായി നിൽക്കുകയാണ്. ഈ വഴിയെ ഇതുപോലുള്ള വഴിയിലൊക്കെ വന്നാലേ ഇങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടുള്ളൂ. ആ സമയത്ത് 4 ലൈൻ ആണെങ്കിൽ നമ്മൾ നല്ല സ്പീഡിൽ അങ്ങ് പോയി ഇതൊന്നും കാണത്തു പോലും ഇല്ല. ദൂരെ ആയിരിക്കും നിൽക്കുന്നത്. മാനും ഉണ്ട്, മറ്റേ കിഴയുണ്ട്. അത് എന്തായാലും നോക്കി, നമ്മളിപ്പോ വണ്ടി നിർത്തിയാൽ ഇത് ഓടി പോകുന്നേ. അപ്പോഴേ നീൽഗായിനെ ഈ മാനിനെ ഒന്നും ഈ കുറെ പ്രാവശ്യം രാജസ്ഥാനിൽ വന്ന് കണ്ടില്ലെന്നുള്ള ബുദ്ധിമുട്ട് തീർന്നില്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. മയിലിനെ കണ്ടില്ലേ ഈ പ്രാവശ്യം? കേട്ടോ, മയിലിനെ കാണാം. ഇതെല്ലാം ഇവിടുത്തെ സ്റ്റൈലെ വീടുകളാണ്ടല്ലേ. ഇത് പുതിയൊരു മന്ദിറാന്ന് തോന്നുന്നു. പെരുംജീരകമായി കൃഷി ചെയ്തേക്കുന്നത്. ഇപ്പൊ പെരുംജീരകം കണ്ടാൽ അന്നേരം മനസ്സിലാവും ഇന്ന കൃഷിയാന്ന് മനസ്സിലാവുന്നത്. അതെ, കടികിന്റെ അനിയനാന്ന് തോന്നുന്നു. അനിയനോ? പൊക്കം കുറവാ. ജോധ്പൂർ 103 കിലോമീറ്റർ, ഫലോഡി 122 കിലോമീറ്റർ. അപ്പോൾ അത് അടുത്ത ടോളായിട്ടുണ്ട് ടംഗ്ല ടോൾ പ്ലാസ. ഇവിടെയും ടോൾ എത്രയാണെന്ന് എഴുതി വെച്ചിട്ടൊന്നുമില്ല. അത് പൈസ എത്രയാണെന്ന് കട്ടാവും. ചെറുതും വലുതുമായിട്ട് ഇഷ്ടം പോലെ ധാബകളും ഹോട്ടലുകളും ഉണ്ട് ഇതുവഴി. അതെ, അത് ഇപ്പോഴേ ഉള്ളൂ. നമ്മളൊരു ആവശ്യത്തിന് നോക്കിയേ, അന്നേരം ഒരു മരുന്നിന് പോലും ഒരെണ്ണം കാണിയല്ല. അതങ്ങനെയാ. നമുക്ക് ആ പടുത കയറ് കിട്ടുന്നിട ഉണ്ടെങ്കിലേ ഓർത്തോണേ, കുറച്ച് കയറും കൂടെ മേടിക്കാം. വെയിറ്റ് കുറഞ്ഞ പടുത ഉണ്ടോ നോക്കാം, അതും നോക്കാം. നീളവും വീതിയും നമുക്ക് ഇതുപോലെ ഹൈറ്റ് കയറ്റിയാലും ഒരെണ്ണം ഇട്ടാൽ കിട്ടുന്ന പോലത്തെ വേണം. അല്ല, സൈസ് കിട്ടും, അത് നോക്കാം.
ഒന്നെങ്കിൽ 36-30 അല്ലെ 40-30 മേടിച്ചാൽ മതി. ആ സങ്കടമോചൻ ഡാം അവിടെ കേട്ടോ, അങ്ങോട്ടുള്ള എൻട്രൻസ് അത്. പിന്നെ അമ്പലം അല്ലേ? ആ ഹനുമാൻ സ്വാമിയുടെ അമ്പലം. അതാണോ ആ കാണുന്നതാണോ? ആ ആയിരിക്കും ചിലപ്പോ കേട്ടോ. ആ അകലെ കാണുന്നതായിരിക്കും, അതായിരിക്കും. സങ്കടത്തിൽ നിന്ന് മോചനം കിട്ടുമായിരുന്നേ അവിടെ വരെ പോയി ഇച്ചിരി മോചനം മേടിക്കാനല്ലോ. അത് ഞാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ പോവാം. അതെ അത് തന്നെ, അതെൻ്റെ കാണുന്നുണ്ട് അവിടെ ക്ഷേത്രം. എടാ മെയിൻ ഡ്രൈവർ ഹിന്ദിയൊക്കെ നല്ലപോലെ വായിക്കാൻ പഠിച്ചു. ഞാനത് വായിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു സങ്കടമോചൻ ക്ഷേത്രമാണെന്നൊക്കെ. ഒരു കാര്യം എന്നാന്നറിയോ, എനിക്ക് ഹിന്ദി വായിക്കാൻ അറിയാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇതിന്റെ ഒരു കുഴപ്പം എന്നാന്നറിയോ, നമ്മുടെ തെറ്റാ, സംസാരിപ്പിക്കാൻ നമ്മൾ അവസരം കൊടുക്കുന്നില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇറക്കി അങ്ങ് വിട്ടാൽ മതി, തന്നെ പോയി സംസാരിച്ച് കാര്യങ്ങൾ പഠിച്ചോളൂ. അതെങ്ങനെ ഇപ്പൊ ഞാൻ എന്നോട് ഹിന്ദി സംസാരിക്കാൻ പറഞ്ഞല്ലേ? അപ്പം കുറ്റം നമുക്ക്. അതെ അല്ല, ഹോട്ടലിൽ കയറിയട്ടെ രണ്ടാമത് ഒരു റൊട്ടി വേണമെങ്കിൽ എന്നോടാ പറയുന്നത്. ഒരു റൊട്ടിയും കൂടെ വേണമെന്ന്. ഞാൻ അവിടുത്തെ സപ്ലയറാന്ന് തോന്നും പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ. മാറ്റാൻ പറ്റിയല്ല, ചിലപ്പോ സപ്ലയർ ഒക്കെ ആകേണ്ടി വരും. ആ പണ്ട് സ്വന്തം ഹോട്ടലിൽ സപ്ലയറും കുക്കും എല്ലാം അത് പണ്ടത്തെ കാര്യല്ലേ. അതല്ലേ ഒരു കെട്ടിയവനായ എന്തെല്ലാം റോഡ്. അതെ 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 സത്യം. കെട്ടിയവനായ മാത്രം പോലെ തിരിച്ചും ഭാര്യയായാലും എന്തെല്ലാം റോള് ചെയ്യണം ഞങ്ങള്. സമാസമാ അതല്ലെന്നേ, നമ്മളതെ ഒരു പമ്പിൽ കൊണ്ടാ നിർത്തി. തൊട്ട് മുന്നേ വാഷ്റൂമാ. ഉടനെ ചേട്ടാ ഇങ്ങോട്ട് വരാവോ? തൊട്ടടുത്ത ഒരു വണ്ടിപ്പാട് പോലും അങ്ങോട്ട് നീങ്ങാൻ കാണുകയല്ലേ. ഇത് കണ്ടോ, ഇതെല്ലാം സവോളയിലൂടാ കേട്ടോ. അതൊക്കെ പടുതാ പോലും ഇട്ടിട്ടില്ല. ഇങ്ങോട്ടൊന്നും ഇപ്പൊ മഴയുടെ സമയമല്ലായിരിക്കും, അതുകൊണ്ടാ. കച്ചി മൂടിയിട്ടേക്കുന്ന വെച്ചിട്ടുണ്ടാവും. ആ കല്ല് കണ്ടോ, കല്ല അവിടെ കൊണ്ട് വെച്ചേക്കുന്ന മൊത്തം നല്ല നമ്മുടെ ഉരുപ്പടികൾ വെക്കുന്ന പോലെ തടിയുടെ. അതുകൊണ്ടോ ശരാബ് കീ തൂക്കാനത് വേണമെന്ന് വെച്ചേക്കുന്നത്. മറ്റേ ഈടെ ഒരു ഇൻസ്റ്റാൾ ഒരു ഇത് കണ്ടാണ്, ബാത്റൂമിൽ കയറുന്ന അച്ഛൻ ചെറുക്കം വെച്ചിരുന്ന വീഡിയോ എടുത്ത് വലിച്ചു. അത് കഞ്ചാവായിരുന്നു. 2 പുക എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി പറയുക, ഞാനിരിക്കുന്ന ക്ലോസറ്റ് എല്ലാം കൂടെ രാജകൊട്ടാരം പോലെ എനിക്ക് തോന്നി. 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ തന്നെ വലിച്ചെന്നെ പുറത്തിട്ട് കഞ്ചാവടിക്കാരനും ആക്കി 40 പൈസ എന്ന് പറഞ്ഞാൽ അവിടുന്ന് 2 അടിക്കുന്നവൻ്റെ അത് കൊട്ടാരമായിട്ട്. മഞ്ഞിനകത്ത് ഇങ്ങോട്ട് പോന്നപ്പം ഒരു സമാധാനമായി അല്ലേ? എത്ര ദിവസമായിരുന്നു തണുപ്പടിച്ചടിച്ചടിച്ച്. ഇനി നോക്കി വെച്ചിട്ട് കഴിയുമ്പോൾ ചൂടാണേ അതെ അതെ നല്ല ചൂടാ. ചൂടുണ്ട്. അത്രയും തണുപ്പ് വേണ്ടായിരുന്നല്ലേ? തണുപ്പ് വേണം, എന്നാലും ഒരു മീഡിയം കണ്ടീഷനിൽ മതി. അല്ല മഞ്ഞൊക്കെ കുഴപ്പമില്ലായിരുന്നു. ഇന്നലെ പമ്പില് ഡീസൽ അടിക്കാൻ വന്നപ്പോഴുള്ള മഞ്ഞൊക്കെ നല്ല രസമല്ലായിരുന്നു? നല്ല രസമായിരുന്നു. അത്രയും ദിവസം അവിടെ കിടന്നു പോയോണ്ടാ പറ്റിപ്പോ. അല്ലേ കുഴപ്പമില്ല, നല്ല കുഴപ്പമില്ലായിരുന്നു. 2 ദിവസമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ചെന്ന് അനുഭവിച്ചെങ്കിൽ പോര് വരുന്ന വിഷയമില്ലായിരുന്നു. 5 ദിവസം കിടന്ന് അനുഭവിച്ചപ്പോഴത്തേനും അപ്പൊ ഇവിടെ എന്നും അനുഭവിക്കുന്നവരുടെ കാര്യം ഓർത്തോ. അവർക്കത് അനുഭവമല്ല, അവർക്ക് ശീലമായത്. അവർക്കതൊരു പ്രശ്നമല്ല. ഇത്തവണ എന്നാണേലും നമ്മള് വന്ന് ഈ രാജസ്ഥാന്റെ ഈ ഏരിയ കൊള്ളാല്ലേ, നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അതെ അടിപൊളി സ്ഥലം എന്ന് പറഞ്ഞാൽ ഇപ്പം കൃഷിയൊന്നും കാണാനില്ലെങ്കിലും മൃഗങ്ങളെയും കണ്ടല്ലേ, വനത്തിൽ കൂടെ പോകുന്ന ഒരു പ്രതീതിയാണ്. പിന്നെ ഇങ്ങനെ ഓരോ വീടുകളൊക്കെ ഉണ്ടല്ലേ, നല്ല തേച്ച് നല്ല മണ്ണൊക്കെ തേച്ച് നല്ല കാണാൻ നല്ല രസമാണ്. അല്ലേ ഈ ട്രിപ്പ് എല്ലാം കൊണ്ട് ഒരു നല്ല ട്രിപ്പ് അല്ലായിരുന്നോ? പിന്നെ ഒരു 3-4 ദിവസം അവിടെ കിടന്നത് ഒഴിച്ചാൽ അല്ലേ, ലോഡ് കിട്ടാതെ 3-4 ദിവസം കിടന്നത് മാത്രമേ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. സാഹചര്യവശാൽ സംഭവിച്ചു പോയത്. അതെ അതൊരു ഐശ്വര്യത്തിന്റെ നിറകൂടം കൂടുതലിരിക്കുമല്ലോ, നിങ്ങൾക്ക് എന്നെ നോക്കാൻ. അത് ശരിയാ. ആരെയാണോ ഉദ്ദേശിച്ചത് അത് പറഞ്ഞപ്പോഴത്തെ മുഖഭാവം നോക്കി ഇഞ്ചി കടിച്ച മങ്കിയെ പോലെ. ഇതൊക്കെ ടയർ കടകളൊക്കെയാ, പഞ്ചർ കടകൾ. മലയാളി കടകളുണ്ടോ? മലയാളികൾ ഇപ്പൊ കുറവാണ്. പണ്ടൊക്കെ ഇഷ്ടംപോലെ മലയാളികളായിരുന്നു ടയർ കട നടത്തിയിരുന്നത്. അതെ അതെ. ഇപ്പൊ എല്ലാരും ഇവിടെ ഒക്കെ ഉള്ളവരെ പണിയൊക്കെ പഠിപ്പിച്ച് നാട്ടിലേക്ക് പോയി. ഇതുകൊണ്ട് ആ വണ്ടിയൊക്കെ ഇട്ടേക്കുന്നത് കല്ല് കണ്ടോ, 3 കല്ലേ ഉള്ളു ഒരു ലോഡ്. ഇത് ചെറിയൊരു ടൗണാ, സിറ്റിയാ. മുളക് ഒരുപാട് സൈസ് ഉണ്ട് കേട്ടോ. ആ വെജിമുളക് പോലത്തെ ഉണ്ടായിരിക്കുന്നത്, നല്ല ചുമന്നല്ലേ? ചുമന്നുണ്ട്, ഉരുണ്ട മുളകുണ്ട്, ഓറഞ്ച് കിന്നു. അത് പോലീസ് സ്റ്റേഷനാ, പോലീസ് ഔട്ട് പോസ്റ്റാ. ഇതാന്ന് തോന്നുന്നു കേട്ടോ, നമ്മുടെ ഹെൽത്ത് സെൻ്ററാന്ന് തോന്നുന്നു. പോസ്റ്റ് ഓഫീസുണ്ട്, സർക്കാർ ഓഫീസുകളാ ഇതിനകത്തല്ല. ഇത് സർക്കാർ സ്കൂളാന്ന് തോന്നുന്നു. അതെ ഇത് കണ്ടോ, കല്ലടുക്കി വെച്ചേക്കുന്നത് തന്നെ എന്നല്ലേ തോന്നുള്ളൂ. ആ ബിൽഡിങ് നോക്കിയാൽ മൊത്തം കല്ലുണ്ട്. അതിനകത്തൊക്കെ ചൂട് വെക്കില്ല, തണുപ്പും ഉണ്ടാവില്ല. ആ കല്ലും കൊണ്ടുള്ള വീടൊക്കെ ഉണ്ടോ, നല്ല രസമുണ്ട്. ഒത്തിരി ദിവസങ്ങൾ കൂടിയാ ഇന്നത്തെ വീഡിയോയ്ക്ക് അത് നല്ലൊരു തെളിച്ചമുള്ള. മറ്റേ മൊത്തം മഞ്ഞ് മൂടിയ അന്തരീക്ഷമായിരുന്നു.
തണുപ്പുണ്ട്, ആ. പക്ഷേ ഈ തണുപ്പങ്ങ് മാറി ചൂട് വരാനുള്ള ഒരു ലക്ഷണമാണെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ നല്ല ചമ്മാനമൊക്കെ അല്ലേ? അതെ അതെ. ഒരൊറ്റ കേരള വണ്ടി നമ്മൾ കണ്ടില്ല, തമിഴ്നാട് വണ്ടി ഇഷ്ടം പോലെ കണ്ടു. അത് പറഞ്ഞ പോലെ നേരെ കേരള വണ്ടി ഇങ്ങോട്ട് കുറവാണ്. ആ, ഒറ്റ വണ്ടി കണ്ടില്ല ഈ ആ റൂട്ടിൽ. സൈഡിൽ കൂടെ ആയിരിക്കും മറ്റേ ജയ്പൂരും അങ്ങോട്ടൊക്കെ പോകുന്ന വണ്ടികൾ. ആ, അങ്ങനെ പോന്നെ, അതിലേ പോന്നെ. ഇതൊരു ധാബയാ, കട്ടിലൊക്കെ ഇട്ടേക്കുന്നുണ്ടോ, വെളിയിൽ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാം. തിരക്കില്ലാത്തൊരു ധാബയാണ്. അതെ, കിടന്നുറങ്ങുമോ അവിടെ ഇരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യാം. അകലെ ചെറിയ 2 മലകൾ. ഗായ് ഗായ് ബ്ലാക്ക് ഗായ. രാജസ്ഥാനി പെൺകൊടികളൊക്കെ പോന്നു, പിള്ളേരും ഉണ്ട് കൂടെ. മുഖമൊക്കെ മൂടിയാ പോന്നത്. ഇവരെല്ലാരും അങ്ങനാ. അതെ. ഇതൊരു മന്ദിരം കേട്ടോ. അതെ, തമിഴ്നാട് വണ്ടി ഇഷ്ടം പോലെ ഉണ്ട്. അണ്ണൻ എവിടെ ഇറക്കിയിട്ട് കാലി പോവാ. കിന്നു കയറ്റാനായിട്ട് പോകുന്നതായിരിക്കും. ഓ, അത്രയും ദൂരം കാലി പോവോ? അങ്ങോട്ടായിരിക്കല്ലേ. ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷനാണ്. എന്താണേലും ആ, ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാ? ഈ സൈഡിലേക്ക് ആ. പോലീസും RTOയും ആ, വളരെ കുറവാണ്. ആ, വണ്ടി പിടുത്തമില്ല, ഇല്ല, പിരിവില്ല. തിരുവില്ല, കാണാനേ ഇല്ലല്ലോ. ആ, വളരെ കുറവാ. മറ്റേന്ന് പറഞ്ഞാൽ ആറ്റോ വഴിയെ വണ്ടി ഓടാൻ സമ്മതിക്കില്ല, അതുപോലെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതിലൂടെ വന്നപ്പം ആ, എന്നാ ശല്യമായിരുന്നു. അതെ അതെ. അതുകൊണ്ട് ഒരുപാട് വണ്ടികളുണ്ടല്ലോ ഈ വഴിക്കാ. തമിഴ്നാട് വണ്ടികളെല്ലാം തന്നെ അതെ. അതുപോലെ കാശ്മീർ വണ്ടികളെല്ലാം ഇതിലേ ഓടുന്നത്. ഇത് പ്ലാസ്റ്റിക് കെട്ടിയ കെട്ടില്. ഈ കട്ടിലെ കിടക്കണ എന്നാ സുഖമെന്നറിയോ? തൊട്ടിൽ കിടക്കുന്ന പോലെ കുഴിഞ്ഞങ്ങ് കിടക്കും. കിടന്നുറങ്ങാൻ നല്ല സുഖമാണ്. താഴെ പോവാന്ന് പേടിക്കുകയും വേണ്ട. അതെ, അവിടെ ഒരു രാജാവും രാജ്ഞിയും കൊണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. എന്താണെന്ന് അറിയത്തില്ല, സ്റ്റാച്യു മൂടി വെച്ചേക്കാം. ഓപ്പൺ ചെയ്ത് ആണെന്ന് തോന്നുന്നു. ഓപ്പൺ ചെയ്തിട്ടില്ല, ഉദ്ഘാടനം ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോഴേ മുമ്പേ പറഞ്ഞില്ലേ ജോധ്പൂർ ഒരു മലയാളി ടയർ കടയുള്ള ഒരാളുടെ കാര്യം പറഞ്ഞില്ലേ? ആളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, വിളിച്ചിട്ട് എന്നാ പറഞ്ഞു? ആദ്യം വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളിക്ക് ആളെ മനസ്സിലായില്ല. ഇന്ന ആളാന്ന് പറഞ്ഞപ്പോൾ ഓ ഇത്രയും നാളായിട്ട് ഓർത്തിരുന്നോ, നമ്പർ ഉണ്ടായിരുന്നോ എന്നൊക്കെ പുള്ളി ചോദിച്ചേ. നമ്മളങ്ങനെ പഴയതൊന്നും മറക്കുന്ന അതെ അതെ. അപ്പം കട നമ്മൾ പോകുന്ന ഹൈവേ സൈഡിൽ ടയർ കട ഉണ്ടെന്ന് പറഞ്ഞു. ലൊക്കേഷനിൽ പോയിട്ട് തരാമെന്ന് പറഞ്ഞു. അവിടെ കയറിയിട്ട് പോയേക്കാം. ഈ സൈഡിൽ കുറച്ച് 6 വീൽ വണ്ടികളുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ 6 വീൽ വണ്ടിയാണ്. അല്ലെങ്കിൽ ഈ വണ്ടി കാണാനേ ഇല്ല ഇപ്പോൾ, വളരെ കുറവാണ്. എന്നാലും ഇവിടെ ഇപ്പോൾ കുറച്ച് വണ്ടികൾ കണ്ടു. ഇതെല്ലാം ധാബകളാണ്. റാത്തോർന്ന് പറഞ്ഞ ഒരുപാട് ബസ് കണ്ടല്ലേ. പിക്കപ്പ് എന്തായാലും ഇവിടെ കിടക്കുന്നതെന്ന് നോക്കിയേ. ജുഗാഡ് പിക്കപ്പ് അല്ല, ഒറിജിനൽ പിക്കപ്പ്, മഹേന്ദ്രയുടെ പിക്കപ്പ്. ആ, ഇവിടെയും പടുതായും കയറും ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അപ്പുറത്തോട്ട് ഇന്ന് നോക്കാം അല്ലേ? അവിടെ നോക്കാം. ഇവിടെ പായൊക്കെ ഒരുപാട് സൈസ് ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ കടകളുണ്ടല്ലോ. ആ, ഇത് ചെറിയൊരു സിറ്റിയാ. അങ്ങോട്ട് പോയപ്പോഴേ ചേച്ചിക്ക് ടാബ്ലറ്റ് മേടിക്കാനായിട്ട് നോക്കിയ സ്ഥലം ഇതാ. ആണോ? ഇതേ ആ പിക്കപ്പൊക്കെ ഉണ്ടോ? പിക്കപ്പല്ല, പെട്ടി ഓട്ടോറിക്ഷയാ. അത് CNG കേട്ടോ, ഗ്യാസേൽ ഓടുന്ന. കുഞ്ഞുകുട്ടികളും എല്ലാരും ഉണ്ടല്ലോ. അതെ. ഇതാണ്ട കല്ലിന്റെ ഉരുപ്പടികള് എടുത്തോണ്ട് പോയാലോ? ഇവിടെ നമ്മൾ മുമ്പ് കയറിയ പോലെ വലിയ ഹോട്ടലുകൾ ഉണ്ട് കേട്ടോ. ഹോട്ടലും പിള്ളേർക്ക് കളിക്കാൻ പാർക്കും ഒക്കെ ഉണ്ട് സൈഡില്. ഇതെല്ലാം കാറുകാർ കയറുന്ന ഹോട്ടലുകളാണ്. അതിനാന്ന് വെച്ചാലേ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ ഇങ്ങനെ നിരപ്പായി കിടക്കല്ലേ, അതുകൊണ്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ നല്ലപോലെ ഉണ്ടാക്കാമല്ലോ. ജോധ്പൂർ 38, പാലി 109, അബ്രോഡ് 292, അഹമ്മദാബാദ് എത്ര ആയിരുന്നു? ഇതെല്ലാം നമ്മൾ പോകേണ്ട റൂട്ടാട്ടോ. അബ്രോഡൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും രാത്രിയാവും. അബ്രോഡൊക്കെ രാത്രിയിലെ ബസ്സായിരുന്നു. ഇതേ നേത്ര ടോൾ പ്ലാസ. ഇവിടെ 365, 385 ആണെന്ന് തോന്നുന്നു കേട്ടോ. ബയോഡീസൽ മൊബൈൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്. എന്നാ വിലയെന്നൊക്കെ ചോദിച്ചിട്ട് പോയിരുന്നു. അഹമ്മദാബാദ് 521 കിലോമീറ്റർ ഉണ്ട്. 521. ഈ റോട്ടിൽ നമ്മൾ വരുമ്പോഴേ കൂടുതൽ ഓടുന്ന ഈ NH62 എനിക്ക് തോന്നുന്നത്. അതേണ്ടേ ആപ്പിൾ അക്കാദമി സെക്കൻഡറി സ്കൂളാണ് കേട്ടോ. ഇവിടെ ഗായിനെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല, നോക്കി. ഇവിടെ വെയിലാണെങ്കിലേ കൂടിയ ടെമ്പറേച്ചർ 25 വരെ ഉള്ളൂ. രാത്രിയിൽ ഒരു 10 വരെ വരും. വെയില് പോകുമ്പോ എപ്പോഴും തണുപ്പല്ലേ? ഇപ്പോഴും ഈ തണലത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ തണുപ്പാ. നമ്മൾ ആ കട കഴിക്കാൻ കയറിയിട്ട് കണ്ടായിരുന്നോ? നല്ല തണുപ്പായിരുന്നു. അല്ല, ഇപ്പൊ ഈ ബൈക്കിൽ പോകുന്നവരൊക്കെ കോട്ടൊക്കെ ഇട്ടുണ്ടാ പോകുന്നത്. വെയിലായപ്പോ കോട്ടൊക്കെ ഊരിട്ടു. വൈകുന്നേരം ആകുമ്പോ വീണ്ടും എടുത്തിടേണ്ടി വരും എന്നാ തോന്നുന്നത്. വണ്ടിക്കകത്തിരിക്കുകയാണെങ്കിൽ ഇതൊന്നും വേണ്ട, കുഴപ്പമില്ല. പുറത്തോട്ട് ഇറങ്ങണമല്ലോ കഴിക്കാൻ. ഒരുപാട് ദൂരേക്കൊന്നും അല്ലല്ലോ ഊരിയിട്ടേക്കുന്നത്, കയ്യെത്തുന്നിടത്തല്ലേ. അതെ അതെ.
എടുത്ത് ബോക്സിനകത്തൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതേ ചെമ്മരിയാട് ഇഷ്ടം പോലെ, ചെമ്മരിയാടും ഉണ്ട് നാടനാടും ഉണ്ട്. ഇവിടെ പിന്നെ സോളാർ വെച്ചാലേ വെയിലിന് പിന്നെ ഒരു ക്ഷാമവും ഇല്ലല്ലോ. ആവശ്യത്തിന് മിച്ചം കറക്റ്റായിരിക്കും. അതെ, നല്ല വെയിലാ, ടാറിങ് ഒക്കെ തിളങ്ങി നിൽക്കുന്നുണ്ടോ. പക്ഷേ വെയിൽ നമ്മുടെ കയ്യിലൊന്നും അടിച്ചിട്ട് അത്ര ചൂട് ഫീൽ ചെയ്യുന്നു. ചൂടില്ല, ഈ വെയിൽ കാണുമ്പോഴുള്ള ഈ ലൈറ്റ് മാത്രമേ ഉള്ളൂ, ചൂടില്ല അതിനനുസരിച്ച്. ഇപ്പോഴേ നമ്മൾ ജോധ്പൂർ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ജോധ്പൂർ, അതാ ഇപ്പോൾ പുറകെ കണ്ട ബിൽഡിംഗ്. PIT. ഈ സ്ഥലം മൊത്തമേ ഇതിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. ആ, ഒരുപാട് ഏരിയയിലുണ്ട്. ഉണ്ടായിരിക്കും, ഒരുപാട് ഏരിയ ഉണ്ട്. എനിക്ക് തോന്നുന്ന ഒരു എത്രയാ കിലോമീറ്ററുകളുണ്ട്. അതെ, ഓരോ സെക്ഷനായിട്ടാ. ഇത് സഞ്ജീവനി ചികിത്സാലയ, എല്ലാ സംഭവം ഉണ്ട് അന്നേരം ഇവിടെ. ആ, നല്ല രസമില്ല ആ ബിൽഡിംഗ് ആണ്. അവിടെ ആ പണി നടക്കുന്ന ബിൽഡിംഗ് എല്ലാം ഇതിൻ്റെ ആയിരിക്കുമേ. ഇതിനപ്പുറം പാകിസ്ഥാനാണോ? ഇത് മുള്ളുവേലിയൊക്കെ വെച്ചേക്കും. അല്ല, അവിടെ ചാടാൻ പറ്റിയില്ലെങ്കിൽ ഇതല്ലേ ഇപ്പുറത്തുനിന്ന് ചാടാമല്ലോ. അങ്ങനെ വരത്തില്ല, ഒരു സെക്കൻഡ് കൊണ്ട് ആ ടെൻഡൻസി മാറും. നിൽക്കുമ്പോൾ അവൻ എടുത്ത് ചാടാൻ തോന്നിയാൽ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ അത് മാറും. എന്തോ ഒരു പക്ഷികളാന്ന് നോക്കി, ചെറിയ കിളികളാ. ഒത്തിരി ഉണ്ട് കേട്ടോ. പക്ഷേ ക്യാമറക്കകത്ത് ഇത് എങ്ങനെ കിട്ടുമെന്ന് അറിയില്ല കേട്ടോ. പൊട്ടുപോലെ കടുകുമണി പോലെ ഉള്ളൂ. റോഡിന്റെ സൈഡിൽ തന്നെ അല്ലേ, പാരലായിട്ട് തൊട്ട് തന്നെ റെയിൽവേ ലൈൻ പോകുന്നത്. നോക്കി, നല്ല അല്ലേ, നല്ലൊരു കാഴ്ചയത്. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ജോധ്പൂർ. മാണ്ടൂർ റെയിൽവേ സ്റ്റേഷൻ ആയിരുന്നു തോന്നുന്നത് കേട്ടോ. ഏതാ? മാണ്ടൂർ. ജോധ്പൂർ ടൗണിന്റെ ഔട്ടർ ഭാഗങ്ങളായത്. അതെല്ലാം ആ കാണുന്ന എല്ലാം പാറക്കെട്ടുകളാണ്ടോ. അതെ, കോട്ട പോലെ ചുറ്റും. അതെ, അപ്പുറം സൈഡും അതെ. അതെ, ഇവിടെ നിന്ന് നമുക്ക് തിരിയണം കേട്ടോ. അങ്ങോട്ട് പോയപ്പം ഇതുവഴി നമ്മള് തിരിഞ്ഞു വന്നേ. ആ, ലെഫ്റ്റ്. റിസോർട്ടാ കേട്ടോ ഇത്. എല്ലാം റിസോർട്ടുകളാ. ഇതെന്താ പുതിയ കോട്ട പണിതാണോ? എന്താന്നൊരു വഴിയില്ലല്ലോ. റിസോർട്ട് വല്ലതും ആയിരിക്കും കേട്ടോ, കണ്ടിട്ടതേന്ന് തോന്നുന്നു. കുറച്ച് ഏരിയ ഒന്നുമല്ല, നോക്കി മതിൽ കെട്ടി മൊത്തം അടച്ചേക്കുക. അതെ, നമ്മളിപ്പം ജോധ്പൂർ ബൈപ്പാസിലെ ഇവിടെ ഇച്ചിരി വഴി മോശമാണ്. അങ്ങോട്ട് പോയപ്പോഴേ നമ്മൾ കുറച്ച് മോശം വഴി ഓടിയില്ലായിരുന്നോ? ഇതിലേ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, ഇത് തന്നെ. ഇങ്ങോട്ട് വന്നപ്പോഴേ നമ്മൾ ഈ വഴി വന്നപ്പോൾ നമ്മൾ തന്നെ ഓർത്തേ, നമ്മൾ വഴി തെറ്റിയ ഈ വഴി വന്നതെന്നാ ഓർത്തേ. കറക്റ്റ് വഴി. ക്യാമറാമാനാ പറഞ്ഞ പാലത്തെ നമ്മൾ കയറിയപ്പോ അതിന്റെ താഴെ ലെഫ്റ്റിലേക്ക് പോകണമായിരുന്നു പറഞ്ഞേ. എവിടെ? നമുക്ക് പിന്നെ എല്ലാ വഴിയും ഒരുപോലാണല്ലോ. എവിടുന്ന് കയറായെന്ന്? നമ്മളാ രാജസ്ഥാൻ ഹൈക്കോർട്ട് കണ്ടില്ലേ, ആ പാലത്തെ കയറിയപ്പം ചേട്ടായി പറഞ്ഞത് ആ പാലത്തിന്റെ താഴെ കൂടെ ഇറങ്ങി അവിടുന്ന് ലെഫ്റ്റ് ഇങ്ങനെയായിരുന്നു വരണ്ടേന്നാ പറഞ്ഞത്. ആ വഴിയായിരുന്നു തോന്നുന്നത്. പക്ഷേ നമ്മള് കറക്റ്റ് വഴിയിലായിരുന്നു വന്നത്. കറക്റ്റ് ആയിരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് വന്നപ്പം ഉന്നം തെറ്റിയപ്പോഴാണ് അത് മനസ്സിലായത്. ഇപ്പഴാ കറക്റ്റ് ബൈപ്പാസ് പണിയാത്ത. ഇപ്പം നമ്മളിപ്പോ എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാന്ന് ചോദിച്ചാലേ, എല്ലാ ടൗണുകളുമേ നല്ല ബൈപ്പാസുകളല്ലേ, നല്ല വഴിവാ. അപ്പോൾ അതുപോലെ നമ്മൾ ഇതും കണക്ക് കൂട്ടിയത്. അതെ, തെറ്റിപ്പോയി. ജോധ്പൂർ ബൈപ്പാസ് ഇച്ചിരി മോശമാണ്. ജോധ്പൂരിനൊക്കെ നല്ല ബൈപ്പാസ് പണിയുടെ കാലം അതിക്രമിച്ചു കഴിഞ്ഞു. അതെ, സ്ഥലവും സംഭവം എല്ലാം ഉണ്ട്, പക്ഷെ റോഡ് നല്ലപോലെ പണിതാ മതി. ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു ബന്ദിത്തോട്ടവും റോസത്തോട്ടവും ഒക്കെ ഉണ്ട് കേട്ടോ. അതെ, 2 മൈല് കണ്ടോ, അങ്ങനെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു, ഞാൻ കണ്ടു. ഇവിടെ ഇത്രയും റിസോർട്ടുകളുള്ളതേ കല്യാണങ്ങളൊക്കെ ആഴ്ചകളല്ലേ ഇവിടുത്തെ കല്യാണങ്ങളൊക്കെ, അതുകൊണ്ടാണ് ഇത്രയും റിസോർട്ടുകളുള്ളത്. കുറച്ച് ദൂരം 4 ലൈൻ നല്ല വഴിയായിരുന്നു. വീണ്ടും ഇതാ അവസ്ഥ. നമുക്ക് ഒന്ന് വഴി ചോദിച്ചിട്ട് പോവാം. ബനാഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അതെ, അവിടെ ചെന്നിട്ട് തിരിയണം. അപ്പൊ നമുക്ക് ചോദിച്ചു പോവാം. ഏതൊക്കെയായാലും ഈ കല്ലിന്റെ കളർ തന്നെയാവും നമുക്ക് വണ്ടിക്ക്. നമുക്കാവുകയല്ല വണ്ടിക്ക്, പൊടിയടിച്ച്. ഓ, അതൊക്കെ പോന്ന പൊക്കത്തിലാടാ. എല്ലാ വണ്ടിയും പോകുന്നല്ലേ, ബൈപ്പാസ് അല്ലേ. ഇവിടെ ലേലു പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. ബാധിക്കല, ഓടിക്കുന്ന ആരെന്നെ നോക്കുള്ളൂ.
നമ്മൾ അന്നേരം പറയല്ലേ മെയിൻ ഡ്രൈവറാണ് ഓടിക്കുന്നത്, ഇവിടെ ഇരുന്ന് പറഞ്ഞ അനുസരിച്ച് ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞാൽ മതി. ഇതിനൊക്കെ നമ്മുടെ വിദ്യയുണ്ട്, കൈ കൂപ്പി പിടിച്ച് മാപ്പ് തരൂ സാറിന് ഒരൊറ്റ കാർച്ച് കയറി കഴിയുമ്പോഴേ അവൻ മാപ്പ് തരുകയും ചെയ്യും. ബിൽഡിംഗ് എല്ലാം എങ്ങനെ ഉണ്ട്? ബിൽഡിംഗ് എല്ലാം നല്ല രസമുണ്ട് കാണാൻ, കളറ്. എനിക്ക് തോന്നുന്നേ നമ്മൾ തിരിഞ്ഞതിൻ്റെ ഇച്ചിരിയുടെ മുന്നേ വേറെ റോഡ് ഉണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഈ വഴി കണ്ടിട്ട്. അപ്പം ഇതും ഇത് ബൈപ്പാസ് ആണെന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞേ. അപ്പം ഇതിന് മുമ്പ് ഒരു ബൈപ്പാസ് ഉണ്ടായിരുന്നോ എന്നൊരു ചെറിയ സംശയം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മുഴുവൻ വഴി മോശമാണ്. അതെ, തമിഴ്നാട് വണ്ടി ഒന്നും കണ്ടില്ല. ഈ വഴിക്ക് ഇപ്പം വണ്ടി വളരെ കുറവല്ലേ കണ്ടത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതിന് മുമ്പ് ഒരു ബൈപ്പാസ് തിരിയുന്നുണ്ടായിരിക്കും, നമ്മളത് കാണത്തില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആ ട്രാക്ടറിലെ കല്ല് കണ്ടോ, അലുവാക്കട്ട പോലെ, അലുവാകഷ്ണം പോലെ. അതെ, നമുക്കേ ഈ പാലം കയറണം വേണ്ടായിരുന്നു, പാലം കയറി പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. കയറി തന്നെ ആയിരിക്കും. എന്നാലും ഇവിടെ ഒന്ന് ചോദിച്ചിട്ട് പോവേ. ഇതിൽ തന്നെ ഇതുണ്ട്, ഈ ബനാട് 8 കിലോമീറ്റർ. ബനാട് ചെന്നിട്ട് ലെഫ്റ്റ് സൈഡ് ഒരു ഹോസ്പിറ്റൽ കാണും, അവിടുന്ന് റൈറ്റിലേക്ക് ഒരു വഴി വരും, ആ റൈറ്റിലേക്ക് പോയാൽ മതി. ജോധ്പൂർ വലിയ ടൗണാണ് കേട്ടോ. ജോധ്പൂർ ബൈപ്പാസിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. കുറേ ചുറ്റിക്കറങ്ങി വേണം ടൗൺ അപ്പുറം കടക്കാൻ. ഇത് ഇവിടുത്തെ സവോളയാന്ന് തോന്നുന്നു. സവാളയും വെളുത്തുള്ളിയും പച്ചക്കറികളും എല്ലാം ഉണ്ട്, ഫ്രൂട്ട്സ്. വത്തലമുളക്, കമ്പിളിപ്പപ്പ് വേണോ? കമ്പിളിപ്പതപ്പ്. ഈ കല്ല് കണ്ടോ, എല്ലാം ഇവിടെ വിൽക്കാൻ വേണ്ടി കൊണ്ടേ ഇങ്ങനെ നിർത്തിയേക്കുന്നതാന്ന് തോന്നുന്നു. ആവശ്യക്കാർ വന്ന് വില പറഞ്ഞു കൊണ്ടുപോകായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നതാണ്. കണ്ടോ കല്ല് കയറ്റി വന്ന എത്ര വണ്ടികളാന്ന്. ഇതിന്റെ മാർക്കറ്റ് അതേ മണൽ വണ്ടിയുണ്ട്. നല്ല മിനുസമുള്ള കല്ലല്ലേ. ആ കല്ലുകളെ മിക്കവാറും നമ്മൾ ഈ ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്തെടുക്കുകയല്ലേ, വലിയ കല്ല് കട്ട് ചെയ്ത് വലിയ പീസുകൾ എടുക്കുമല്ലോ, അതിന്റെ കട്ട് പീസ് വരുന്ന കട്ട് ചെയ്ത് എടുക്കുന്നതാന്ന് തോന്നുന്നു. അതെ, വെയിൽ കുറഞ്ഞപ്പോൾ തന്നെ ചൂട് ഭയങ്കരമായിട്ട് കുറഞ്ഞു. ചൂട് ഒട്ടും ഇല്ലായിരുന്നെങ്കിൽ പോലും തണുക്കാൻ തുടങ്ങി. ഇപ്പം സമയമായി 4 മണി. ഇവിടുത്തെ വണ്ടികളുടെയൊക്കെ ബോഡി ഉണ്ടാവും നമ്മുടെ അവിടെ പണ്ടത്തെ വണ്ടികൾ പോലെ. ഇത് ഗ്ലാസ് ഒക്കെ ഇട്ട് നോക്കി. ഇത് സ്കൂളാണ് ഇവിടുത്തെ. കല്ല് കട്ട് ചെയ്യുന്നുണ്ടോ? അതെ, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതെല്ലാം ഇഷ്ടം പോലെ കമ്പനികളുണ്ട്. അതായത് നമ്മൾ ഒരു ബൈപ്പാസ് കൂടെ മുന്നോട്ട് വന്നിട്ടാണ് തിരിഞ്ഞത് എന്ന് പറഞ്ഞാൽ ടൗണിന് അടുത്ത സ്ഥലത്തു നിന്നാണ് തിരിഞ്ഞത്. നമ്മളെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇതേ ഇവിടെ വന്നിട്ട് റൈറ്റ് തിരിഞ്ഞായിരുന്നു പോയത്. കണ്ടോ, മനസ്സിലായോ? അപ്പൊ നമ്മള് അവിടുന്ന് മുന്നേ ബൈപ്പാസിലൂടെ എടുത്തില്ല, അത് കഴിഞ്ഞ് പിന്നെ മുന്നേ വന്നിട്ടാണ് അടുത്ത ബൈപ്പാസിൽ കൂടെയാണ് വന്നത്. അവിടുന്ന് വന്ന് ഇങ്ങനെ വന്ന് ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞങ്ങ് പോയത്. അപ്പം നമ്മൾ ഈ വഴിയായിരുന്നു വരണ്ടേ. അപ്പം നമ്മൾ ഇച്ചിരൂടെ കറങ്ങി ഇച്ചിരൂടെ ടൗണിന് അടുത്തൂടെയാണ് ഇപ്പം കറങ്ങി വന്നത്. അതുകൊണ്ട് കുറെ പുതിയ കാഴ്ചകൾ കിട്ടി. അത് ശരിയാ. അതെ അതെ, അപ്പൊ കണ്ടോ ഇങ്ങോട്ട് വന്നപ്പോ നല്ല വഴിയായില്ലേ. അപ്പം മെയിൻ ബൈപ്പാസ് വഴി അല്ല നമ്മൾ വന്നത്, അതിലേയും വണ്ടികൾ വരുന്നുണ്ട്. ഞാൻ വണ്ടിക്കാരനോട് ചോദിച്ചു പറഞ്ഞില്ല ബൈപ്പാസ് ആണ്. നമ്മളവിടുന്ന് ഏതോ ഒരു പാലത്തിനടി കൂടെ തിരിയണമായിരുന്നു. അത് പക്ഷെ ബോർഡ് കണ്ടില്ല. നമ്മൾ ഈ ബോർഡ് നോക്കി വന്നോണ്ടേ ബോർഡ് കണ്ടില്ല. ഇവിടുന്ന് ഉണ്ടല്ലോ, ഇതിൽ നിന്നും ഇനി തിരിഞ്ഞു വേണം നമുക്ക് അപ്പുറത്തെ ഹൈവേയിലേക്ക് കയറാൻ. അതും ശ്രദ്ധിക്കാനുണ്ട്. ആ വഴി കണ്ടൊന്നും സന്തോഷിക്കണ്ട, ഇവിടുന്ന് അതാ തിരുവോണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഇത് ഇനി നമ്മൾ വന്ന ഈ ചെറിയ വഴി ഓർക്കുന്നുണ്ടോ? പോവും. ഇനി ചെന്ന് വേറൊരു ഹൈവേ കയറിയിട്ട് ആ ഹൈവേന്ന് റൈറ്റ് എടുത്താണ് നമ്മൾ പാലി റൂട്ടിൽ പോകുന്നത്. പിന്നെ ഇവിടെ വെള്ളപ്പൊക്കമായിരുന്നോ? ഇത് മഴയൊന്നും അല്ല, ഇവിടെ ഏതെങ്കിലും പൈപ്പ് പൊട്ടിയതായിരിക്കും മിക്കവാറും, അതിനാ സാധ്യത. ഓക്കെ, എന്ത് വെള്ളമാ അല്ലേ വെറുതെ പോയെ. ഏത് ഇതോ ആണോ? ഇവിടുന്നൊക്കെ ലോഡ് കയറുന്നുണ്ടോ ഓമയ്ക്കൊക്കെ. ജോധ്പൂർ പാസ്സാകാൻ നമ്മൾ ലോറിയും കൊണ്ട് വരുമ്പോൾ ഇച്ചിരി പഠിക്കാനുണ്ട്. അത് ഗൂഗിൾ മാപ്പ് നോക്കി ഒന്നും പോക്ക് നടക്കുകയല്ല, നന്നായിട്ട് മനസ്സിലാക്കാനുണ്ട്. കഴിഞ്ഞ അതെ അതെ, എല്ലാം ചെറിയ വഴികളാ. പക്ഷെ ഇതൊന്നും വലിയ കുഴപ്പമില്ല. വേറെ വഴി ഞാൻ വരേണ്ട ഒരു 3-4 തിരിവുണ്ട്. അതാ ഒത്തിരി തിരിവുണ്ട്, മാറിയല്ല കേട്ടോ. പശുക്കൾക്ക് വെള്ളം കുടിക്കാനായിട്ട് കെട്ടിയിട്ടേക്കുന്ന ടാങ്ക് ഇങ്ങനെ വഴി സൈഡിലെല്ലാം എല്ലാം ഉണ്ട്. പശുക്കളെ ഇങ്ങനെ ചുമ്മാ അയച്ചു വിട്ടേക്കല്ലേ. അല്ല, റോഡ് സൈഡിൽ കൂടെ കണ്ട പറമ്പിൽ കൂടെ കെട്ടിയിട്ടേക്ക് വെള്ളം കുടിച്ചിങ്ങനെ നടന്നാൽ മതിയില്ല. അതെ, പക്ഷെ കൃഷി സ്ഥലത്തോട്ടെല്ലാം കയറാതെ മുള്ളുവേലി കെട്ടിയിട്ടുണ്ട്. നല്ല ചുമന്ന വേലിക്കല്ലൊക്കെ ഇട്ടേ മുള്ളുവേലി കെട്ടിയിട്ടേക്കും എല്ലായിടത്തും. അല്ലെ കുറെ മുള്ളു വലിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊന്നും കയറി നോക്കാൻ പറ്റത്തില്ല.
അപ്പോൾ ഈ പാലി ബോർഡ് തപ്പിയാണ് നമ്മൾ വന്നത്. അതെ അതെ, ഇത്ര നേരമായിട്ട് ഇപ്പോഴാണ് ആ ബോർഡർ കണ്ടത്. അതെ, ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇതിലേ വന്നിട്ട് ഇവിടുന്ന് റൈറ്റ് തിരിയണം. അങ്ങനെ കുറേ തിരിവുകളുണ്ട്.